വെറുതെ കിട്ടുന്നതുകൊണ്ട് നിസ്സാരാക്കണ്ട. ഇന്ന് വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വാഴക്കൂമ്പിൻ്റെ പുറമേ ഉള്ള ഈ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഈ വെളുത്ത ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് വാഴക്കൂമ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇനി 1/2 കപ്പ് ചിരുവിയ തേങ്ങ, 4 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, എരിവിനായിട്ടുള്ള പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി വെന്തിട്ടുള്ള വാഴക്കൂമ്പ് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ചെറുപയർ ഉപ്പിട്ട് വേവിച്ചതും ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് ഈ സമയത്ത് ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 3-4 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചതിന് ശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി 1 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാം.